12ാം വയസ്സിൽ തെയ്യക്കോലത്തിൽ അരങ്ങേറിയ ഒരു കലാകാരനെ ഇനി നമുക്ക് പരിചയപ്പെടാം. കോഴിക്കോട് കക്കോടി ചെറുകുളത്തെ യദുകൃഷ്ണദാസാണ് കരിവില്ലി ദൈവമായി അരങ്ങേറ്റം കുറിച്ചത്. ആദ്യം മുഖത്ത് മിനുക്കെഴുത്ത്, പിന്നെ കാൽച്ചിലമ്പും പറ്റും പടക്കവും ഉറപ്പിക്കൽ, തുടർന്ന് അരയടയും വളകളും തണ്ടയും ചൂടകവും കിട്ടി. മാറത്ത് ഏഴുനിറവും തലയിൽ തലപ്പാളിയും മിന്നിപ്പട്ടവും വെച്ചതോടെ ഭക്തരുടെ ഇഷ്ടദൈവം കരിവല്ലിയായി മാറി യദുകൃഷ്ണൻ. കക്കോടി ചെറുകുളം കളപ്പുരയ്ക്കൽ രജീഷിൻ്റെയും ശ്രുതിയുടെയും മകനായ യദുകൃഷ്ണന്റെ ആദ്യ ദൈവക്കോലത്തിലെ അരങ്ങേറ്റമാണ് കോഴിക്കോട് താഴത്തുംകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നത്. ശൈവ ചൈതന്യമായ കരിവല്ലിയുടെ പ്രതിരൂപമായി കാവിന്റെ തിരുമുറ്റത്തേക്ക് പ്രവേശിക്കുമ്പോൾ അരിയെറിഞ്ഞും അമ്പും വില്ലും കൈമാറിയും കാവിലെ കാരണവന്മാർ ദൈവത്തെ വരവേറ്റു. പിന്നെ ചെണ്ടമേളത്തിനൊത്ത് നിറഞ്ഞാടി. പാരമ്പര്യ തെയ്യം കലാകാരനായ അച്ഛനാണ് യദുകൃഷ്ണന്റെ പ്രചോദനം. ഇപ്പോഴത്തെ തലമുറയിൽ ആരും അങ്ങനെ ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്നില്ല. പക്ഷെ എന്റെ മോന് ഭയങ്കര ആഗ്രഹം. ഞാനും ചെറുപ്പം മുതൽ അമ്മത്തിനൊക്കെ പഠിച്ചാണ്. അപ്പൊ അവനും ഭയങ്കര താല്പര്യം. അപ്പോ ഇപ്രാവശ്യം അവനെ ഭഗവാന്റെ കൂടെ താഴത്തങ്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഇവിടെ തന്നെ ഞാനും കിട്ടി അടിയത്. അതോരും കിട്ടി അടിക്കുന്നത്. നിരവധി ഭക്തരാണ് യദുകൃഷ്ണന്റെ ആദ്യ ദൈവക്കോലം കണ്ട് അനുഗ്രഹം വാങ്ങാൻ കാവിന്റെ തിരുമുറ്റത്തെത്തിയത്. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ കലാകാരൻ. കോഴിക്കോട്.